നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ട്രംപുമായി കൂടുതൽ അടുക്കാനുള്ള പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെറീഫിൻ്റെ ഗാസ സമാധാന ബോർഡിലേക്ക് ചേരാനുള്ള നീക്കത്തിനെതിരെ പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് പാകിസ്ഥാനിന് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഷഹബാസ് ഷെറീഫിൻ്റെ ഈ ഒരു നടപടിക്കെതിരെ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും എല്ലാം മുന്നറിയിപ്പ് നൽകുന്നത് ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. അതായത് അമേരിക്കയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള ഈ ശ്രമങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പുതുതായി രൂപീകരിച്ച ഗാസയെ രക്ഷിക്കാൻ എന്ന പേരിലാണ് അത് രൂപീകരിച്ചിട്ടുള്ളത്. സമാധാനം വന്നതിന് ശേഷം അവിടെ അടുത്ത നടപടിയെക്കുറിച്ച് ആലോചിക്കാം എന്ന രീതിയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗാസ സമാധാന ബോർഡ് എന്നൊരു ബോർഡ് ഇപ്പോൾ നമ്മുടെ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ ബോർഡിൽ ചേരാനുള്ള അമേരിക്കയുടെ ക്ഷണം പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് സ്വീകരിച്ചതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരുന്നു. സമാധാനത്തിനുള്ള ശ്രമമെന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ അവകാശവാദമെങ്കിലും ആ നീക്കത്തെ പ്രതിപക്ഷം അതിശക്തമായിട്ടാണ് എതിർക്കുന്നത്. സെനറ്റിലെ പ്രതിപക്ഷ നേതാവ് അല്ലാമ രാജ നാസിർ അബ്ബാസാണ് ഈ തീരുമാനത്തെ ധാർമ്മികമായി തെറ്റും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് ആണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പാലസ്തീനികളുടെ സ്വയം ഭരിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നതാണ് ഈ നീക്കമെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു. തെഹ്രീക്കെ തഹാഹുസെ ഐനെ പാകിസ്ഥാൻ നേതാവ് മുസ്തഫ നവാസ് ഖോക്കറും സമാധാന ആശങ്കകൾ പങ്കുവച്ചു. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെയാണ് ഈ ഷഹബാസ് ഷെറീഫ് ഈ തീരുമാനം എടുത്തതെന്നും അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തെ ജനത്തോടുള്ള ഉത്തരവാദിത്തം ഇല്ലായ്മയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ബുദ്ധിശൂന്യമായ തീരുമാനം എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. US, UK, ഐക്യരാഷ്ട്രസഭ എന്നിവിടങ്ങളിലെ മുൻ അംബാസഡർ മലീഹ ലോധി പാകിസ്ഥാൻ്റെ പങ്കാളിത്തത്തെയാണ് ഈ ബുദ്ധിശൂന്യമായ തീരുമാനമെന്ന് വിശേഷിപ്പിച്ചത്. ട്രംപിൻ്റെ ഏകപക്ഷീയ തീരുമാനങ്ങൾക്ക് അന്താരാഷ്ട്ര പിന്തുണയും നിയമസാധുതയും നേടിക്കൊടുക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മറ്റു രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാതെ പാകിസ്ഥാൻ ഈ തീരുമാനത്തിലേക്ക് എടുത്തു ചാടിയെന്നും പ്രമുഖ പത്രപ്രവർത്തകൻ പാക് മാധ്യമ പ്രവർത്തകനായ സാഹിദ് ഹുസൈൻ അഭിപ്രായപ്പെട്ടു. ട്രംപിൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പിന്തുടരുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ട്രംപിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഷഹബാസ് ഷെറീഫ് ആയാലും നമ്മുടെ അസീം മുനീർ ആയാലും പാകിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ട്രംപിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ ഒരു പ്രീണന നയം മാത്രമാണ്. ഗാസയിൽ സ്ഥിരമായ ഒരു വെടിനിർത്തൽ, വിപുലമായ മാനുഷിക സഹായം, പുനർനിർമ്മാണം എന്നിവയിലേക്ക് ബോർഡ് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പറഞ്ഞു. പക്ഷേ ഇത് എത്രത്തോളം എങ്ങനെയൊക്കെയാണ്, അതായത് അമേരിക്കയുടെ ഒരു വൺമാൻ ഷോയിലേക്ക് ഇത് പോകാനാണ് സാധ്യത. ഐക്യരാഷ്ട്രസഭ പ്രമേയങ്ങൾക്ക് അനുസൃതമായ വിശ്വസനീയവും സമയബന്ധിതവുമായ ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിലൂടെ പാലസ്തീനികളുടെ സ്വയം നിർണയം ഉറപ്പാക്കാനും 1967 മുമ്പുള്ള അതിർത്തികളെ അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്രവും പരമാധികാരവുമായ പാലസ്തീൻ രാഷ്ട്രത്തിൽ എത്തിക്കാൻ ഈ പ്രക്രിയ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിരവധി രാജ്യങ്ങളെ സമാധാന ബോർഡിൽ ചേരാൻ അമേരിക്ക ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം 60ഓളം രാജ്യങ്ങളെയാണ് അമേരിക്ക ക്ഷണിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നും തന്നെ തീർക്കപ്പെട്ട തീരുമാനമെടുക്കുകയോ അമേരിക്ക മാത്രം, അതായത് നമ്മുടെ ട്രംപിനൊരു നോബൽ സമ്മാനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അല്ലാതെ ഗാസയിൽ സമാധാനം വരണമെന്നോ ഗാസയെ പുനരുദ്ധരിക്കണമെന്നോ ട്രംപിന് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. ഒരിടത്തും ട്രംപിന് വേണ്ടത് ട്രംപിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പേരും പറഞ്ഞ് അടുത്ത വർഷമെങ്കിലും നോബൽ സമ്മാനം അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ട്രംപ് ഇപ്പോൾ ഒരു വൺമാൻ ഷോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെത്ര $1 ബില്യൺ പങ്കെടുക്കുന്ന രാജ്യം അങ്ങോട്ട് കൊടുക്കണം ആ പുനർനിർമ്മാണത്തിന് വേണ്ടി. എന്തിനാണ് കയ്യിരിക്കുന്ന കാശും കൊടുത്തൊരു ബോഡി കയറി അങ്ങോട്ട് കൊടുത്ത് അവിടെ കയറി പറ്റിയതിന് ശേഷം അവിടെ പുനരുദ്ധരിക്കണത്? അത്രയും മിടുക്കനായ ട്രംപ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, അമേരിക്ക അത്രയും കോടി മുടക്കി അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് വഴിയോ അത്രയും കോടികൾ മുടക്കി അവിടെ ഒരു പുനരുദ്ധാരണം തീരുമാനിക്കട്ടെ. അതിന് ഈ 60 രാജ്യങ്ങളെ വിളിക്കുമ്പോഴത്തേക്ക് $60 ബില്യൺ ആണ്. $60 ബില്യൺ നേടാനുള്ള
ഒരു തന്ത്രമാണ് ട്രംപിൻ്റേത്. എന്നിട്ട് പേരെല്ലാം അവസാനം ട്രംപ് അവിടെ സമാധാനം കൊണ്ടുവന്നു എന്നാക്കുകയും വേണം. ബാക്കി എന്താണ്, ഒരു പാവ സർക്കാരിനെ അവിടെ നിയമിക്കുകയും വേണം. ഇതൊക്കെയാണ് ട്രംപിൻ്റെ ആഗ്രഹം. പക്ഷേ ട്രംപിൻ്റെ കുഴപ്പം, ട്രംപ് കുടിക്കുന്ന കുഴിയിൽ അല്ലെങ്കിൽ വരച്ച പടയിൽ ഷഹബാസ് ഷെരീഫോ അസീം മുനീറോ ചാടുമായിരിക്കും. അങ്ങനെ ചാടുന്ന 1 or 2 രാജ്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും നമ്മുടെ നരേന്ദ്രമോദിയോ ഇന്ത്യയോ അങ്ങനെ ട്രംപ് വലയ്ക്ക് വിരിക്കുന്ന വലയിൽ വീഴുവാനോ അല്ലെങ്കിൽ ട്രംപിന് ആൾ കളിക്കാൻ വേണ്ടി നിന്നു കൊടുക്കാനോ താല്പര്യപ്പെടുന്ന രാജ്യമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ. ഇന്ത്യ ഭരിക്കുന്ന മോദിക്കറിയാം ഏത് സമാധാന ബോർഡിൽ അംഗമാകണമെന്നും ആരോടൊപ്പം നിൽക്കണമെന്നും. ഏതായാലും ഇത് ട്രംപിൻ്റെ ഒരു 1 man ഷോ. അതിനോട് ഇന്ത്യ താല്പര്യമില്ലാത്ത നിലപാട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ശരിയെന്നാണ് ഞങ്ങളുടെ പക്ഷവും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.